ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പറമ്പിൽ വന്നതിൻ്റെ ഉദ്ദേശം വരുന്നതല്ല, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മുടെ ഒരു ഏലത്തിൻ്റെ ചുവട്ടിൽ കൂടെയൊക്കെ, അതായത് ആ ഒരു തടത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ നന്നായിട്ട് നമ്മുടെ ചോള വിത്തും അതേപോലെ തന്നെ പയർ വിത്തും നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നട്ടു കൊടുത്തൊക്കെ ഞാൻ നേരത്തെ, അതായത് നട്ടു കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ അതിൻ്റെ ഒരു ചെറിയൊരു അപേക്ഷ മാത്രമേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ചെറുതായിട്ടൊന്ന് മുളച്ച് വരുന്ന ഒരു സ്റ്റേജ് എത്തിയിട്ടുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ കാണിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം നോക്കി, ഇതൊക്കെ നമ്മുടെ ചോളത്തിൻ്റെ തയ്യാട്ടോ. നോക്കി നന്നായിട്ട് തന്നെ ഹൈറ്റ് വെച്ച് നല്ല അടിപൊളിയായിട്ടോ കയറി വരുന്നത്. പിന്നെ ഞാനൊരു നല്ല കാറ്റാട്ടോ. ഞാനിപ്പോൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് ടൈം ആയിട്ടും ഞാൻ വന്ന ആ ഒരു ടൈം തൊട്ട് ഈ ഒരു ടൈം വരെ നല്ല കാറ്റാട്ടോ. കൂടെ വെയിലും ഉണ്ട്. പക്ഷെ ഇത്രയും നല്ല തണുത്ത കാറ്റ് വീശുമ്പോൾ നമുക്കൊരു വെയിലിൻ്റെ ചൂടോ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞിരിക്കുക. കാരണം നമ്മുടെ സ്പ്രിംഗ്ലർ അറിയാമല്ലോ, നമ്മൾ നന്നായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ നമ്മൾ നിൽക്കുന്നതിന് തൊട്ട് വെള്ളമായിട്ട് ഒരു സ്പ്രിംഗ്ലറാട്ടോ. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഓണാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് ഫുള്ള് ഇവിടെ ഓണാക്കിയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓഫാക്കിയിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതിലാട്ടോ നമ്മുടെ സ്പ്രിംഗ്ലറിലേക്ക് കുത്തുന്ന ഒരു വെള്ളം വരുന്ന റോസ് നമ്മൾ ഈ ഒരു ജോയിനിലേക്ക് കുത്തിയിട്ട് നേരുന്ന മെല്ല് 360 ഡിഗ്രി ആംഗിളിൽ അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നന്നായിട്ട് നനവ് കിട്ടും. എന്തായാലും നല്ല അടിപൊളിയായിട്ടോ നമ്മുടെ ചോളമൊക്കെ നിൽക്കുന്നത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ ഏലത്തിൻ്റെ ഒക്കെ തടത്തിലാട്ടോ നമ്മൾ ഇതേപോലെ നമ്മുടെ പയറായാലും ചോളം ആയാലും ഒക്കെ നമ്മൾ നട്ടു കൊടുത്തില്ല. അപ്പോൾ എന്തായാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമായിട്ടോ മനസ്സിലാക്കിയപ്പോൾ. നല്ല അടിപൊളിയായിട്ടോ പുതിയൊരു തളിർപ്പൊക്കെ വന്നിങ്ങനെ ഉഷാറായി നിൽക്കുന്നത്. പലതും പല സ്റ്റേജിലായിട്ട് നിൽക്കുന്നത്. ഇതിനേക്കാളും കുറച്ചുകൂടി സൈസ് വെച്ചതൊക്കെ ഇവിടെ ഉണ്ട്. നോക്കി, ഇത് നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സൈസ് വെച്ചതാട്ടോ. എല്ലാം ഒരുമിച്ച് നട്ടാട്ടോ. പക്ഷെ എന്താണെന്ന് അറിയില്ല കേട്ടോ, ചിലതിന് കുറച്ചുകൂടി കൂടുതൽ വളം വലിച്ചെടുത്തുകൊണ്ടായിരിക്കണം. ചിലതൊക്കെ നല്ല ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഫുള്ള് നമ്മൾ നട്ടുകൊടുത്ത എല്ലാ ചോളവിത്തും നന്നായിട്ട് തന്നെ പൊട്ടിക്കിളിർത്ത് നന്നായിട്ട് മുളച്ചിട്ടുണ്ടേ. എടുത്ത് നമ്മുടെ ഏലത്തിൻ്റെയൊക്കെ ചുവട്ടിൽ കാടൊക്കെ പറിച്ച് കൂടുതൽ നമ്മുടെ ഈ ഒരു ചോളത്തിനും അതേപോലെ തന്നെ നമ്മുടെ പയറിനൊക്കെ നന്നായിട്ട് മണ്ണും കൂട്ടി കൊടുത്തിട്ടായിരുന്നു. അതുപോലെ തന്നെ കാടൊക്കെ പറിച്ച് സെറ്റാക്കിയിട്ട് അടുപ്പ് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഇടയിൽ ഇങ്ങനെ 1-2 കാടുണ്ടാവും. കാരണം നമ്മൾ എന്നും ഇങ്ങനെ നന കൊടുക്കണം. അപ്പോൾ നന കൊടുക്കുന്നതിനനുസരിച്ച് എത്രത്തോളം നമ്മൾ നനയും അതുപോലെ തന്നെ വളങ്ങളും കൊടുക്കുന്നതിനനുസരിച്ച് കാടും പെട്ടെന്ന് തന്നെ കയറിടും. എന്തായാലും നല്ല അടിപൊളിയായിട്ട് അടുപ്പ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് താഴേക്കൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഞാൻ താഴെ നിൽക്കുന്നതായാലും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കാടൊക്കെ പറിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ കാട് എങ്ങനെയാണ് പറിക്കുന്നത് വെച്ചാൽ അത് രാവിലെ ഇറങ്ങാറുണ്ട്. അപ്പോൾ രാവിലെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലിൻ്റെ ഒരു പ്രോബ്ലം കുറയുമല്ലോ. അതുപോലെ തന്നെ നമുക്ക് രാവിലെ ഇറങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ വലിയതായിട്ട് ഒരു ഉച്ചയ്ക്കൊക്കെ പറിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുറച്ച് പറിക്കുമ്പോൾ മടുത്തു കൂട്ടും. പക്ഷേ രാവിലെയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ട് നമുക്ക് പറിക്കാനും പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു കാട് പറിക്കലിൻ്റെ പരിപാടിയാണെന്ന് പോലും നമുക്കറിയാതെ ആ ഒരു ഫ്ലോയിലൊക്കെ നമ്മൾ പറിച്ചു വിടും. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നമ്മളിപ്പോൾ കുറേ ആയിട്ട് ഇപ്പോൾ രാവിലെ ഇറങ്ങിയിട്ടാണ് പറിക്കാറ്. എന്നാലും കുറച്ച് ഏരിയയും നമുക്ക് കംപ്ലീറ്റ് ആക്കണം. എന്നാലും അതൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങളിലായിട്ട് വേണം ചെയ്യാനായിട്ട്. തൊട്ടടുത്തുള്ള നമ്മുടെ അടുത്ത ഏലത്തിൻ്റെ തടത്തിൽ നട്ടിട്ടുള്ള പയർ നോക്കി ഒരെണ്ണം പോലും ഇല്ലാതെ നന്നായിട്ട് തന്നെ കേട്ടോ മുളച്ച് കയറിയില്ല. കാരണം നോക്കി ചെറിയ ഡിസ്റ്റൻസ് പോലും ഇല്ലാതെ കേട്ടോ എല്ലാം അങ്ങനെ തിക്കായിട്ട് നമ്മൾ പയർ അങ്ങനെ കുഴി എടുത്തിട്ട് അങ്ങനെ നട്ടു കൊടുത്തിരിക്കുകയായിരുന്നില്ല കേട്ടോ. അങ്ങനെ തടത്തിൽ കൂടെ ഇങ്ങനെ വിതച്ച് കൊടുത്തിരിക്കുകയാണ്. എന്നാലും ഇതാ നോക്കി ഈ ഒരു തടത്തിലൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ചില തടത്തിൽ മാത്രം കുറച്ചൊക്കെ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ വിതച്ച് കൊടുക്കുന്നതുകൊണ്ട് ചിലപ്പോൾ കിളികൾ കഴിക്കാനോ അല്ലെങ്കിൽ ഉറുമ്പ് തിന്നാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഒരെണ്ണം പോലും ഇല്ലാതെ ആ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അത്രയും തിക്കായിട്ടാട്ടോ ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടായി വന്നിട്ടുള്ളത്. ഇനിയാണെങ്കിൽ നമ്മളിതാ ഈ ഒരു ഏലത്തിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നട്ടു കൊടുത്തുള്ള പയർ വിത്ത് എന്നുള്ളത് നമ്മുടെ കുറ്റിപ്പയറിൻ്റെ വിത്താണ്. അതുകൊണ്ട് ഒരുപാടങ്ങനെ പടർന്ന് പന്തലിച്ച് അങ്ങനെ പോകില്ല. അതേപോലെ തന്നെ ചെറിയൊരു ലെവൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് കായ്ക്കാനും തുടങ്ങണം. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ കായും കൂടി കിട്ടും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇലയായിട്ടും അതേപോലെ തന്നെ നമ്മുടെ കായായിട്ടൊക്കെ നമുക്ക് കറക്റ്റ് ടൈമിന് വിളവെടുക്കാനും കൂടി പറ്റും. ആ ഒരു ഏരിയയിലേക്കൊക്കെ നമ്മൾ അത്യാവശ്യം നന്നായിട്ടാണ് ചെയ്ത് കൊടുത്തുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കാപ്പിയും കൂടി ഇട്ടിട്ട് അപ്പോൾ ഈ ഒരു ഏരിയയിലായാലും കാപ്പികളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കട്ടോ. നന്നായിട്ട് ഇങ്ങനെ മുട്ടിയിട്ടിട്ട് ഇങ്ങനെ ഒരു പൂക്കാനുള്ളൊരു വെയിറ്റിങ്ങിലാന്ന് പറയില്ല. അപ്പോൾ ആ രീതിയിലാട്ടോ കുറേ ഏരിയയിലൊക്കെ ഇതാ ഫുള്ളായിട്ട് പൂത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പൂത്തതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടക്കുന്ന ഒരു പ്രത്യേക മണം കേട്ടോ. ഒരു കാപ്പിയൊക്കെ പൂത്തതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആ ഒരു കാപ്പിപ്പൂവിൻ്റെ ഒരു മണം കറക്റ്റ് നമുക്ക് കാണുമ്പോൾ ഒരു മുല്ലപ്പൂവിൻ്റെ ടെക്സ്ചറിലാണ് കേട്ടോ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്താ ഇവിടെ ആയാലും നമ്മൾ താഴെ കൂടെയൊക്കെ അത്യാവശ്യം നല്ല രീതി തന്നെയാണ് കേട്ടോ ചോളം ആയാലും പയറായാലും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതൊന്നും കൂടാതെ ഇവിടെ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. വേറെ ആരും ഇല്ല, നമ്മുടെ അവക്കാടോയുടെ തൈയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാട്ടോ നമ്മൾ നിൽക്കുന്നത്. നോക്കി അത്യാവശ്യം ഹൈറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ഓരോ തട്ടടിച്ച് ഇങ്ങനെ മുകളിലേക്ക് നന്നായിട്ട് വട്ടം വീശി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു തൈ ഉൽപ്പാദിപ്പിച്ചെടുത്തത് നമ്മൾ കഴിക്കാനായിട്ട് അവക്കാടോ വാങ്ങുമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സീഡിൽ നിന്നാണ് നമ്മൾ പുതിയ തൈ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സീഡ് നമ്മൾ നന്നായിട്ട് തന്നെ നല്ല സീഡ് നോക്കി എടുത്തതിന് ശേഷം നമ്മളൊരു ഗ്രോ ബാഗിലാട്ടോ അത് നട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പോട്ടി മിക്സറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ഗ്രോ ബാഗിൽ നട്ടു കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ കേട്ടോ ഒരു സീഡ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് നന്നായിട്ട് മുളയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഗ്രോത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാതെ അങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളത് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു പ്രതീക്ഷ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു തൈ നല്ല ഹെൽത്തി ആയിട്ട് ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ തന്നെ വേറെയും 2 പ്ലാന്റ് കൂടി ഉണ്ട് കേട്ടോ നമുക്ക് ഇതിൻ്റെ തന്നെ അവക്കാടോയുടെ തൊട്ട് താഴെയായിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തുള്ളത്.
അതേപോലെ തന്നെ ചെറിയൊരു, അതായത് ഒന്ന് ഹെൽത്തി ആയിട്ടൊരു ചെറിയൊരു സൈസായപ്പോൾ നമ്മൾ കൊണ്ടുവച്ചാൽ കേട്ടോ. അടിയിലൊക്കെ നല്ലൊരു അടിവളമൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊരു കെയറിങ് കൊടുത്ത് വെച്ചത് എന്തായാലും നമുക്ക് വെറുതെ ആയില്ല. കാരണം നോക്കി നല്ല ഹൈറ്റ് വെച്ചത് നമ്മളെക്കാളും ഹൈറ്റ് ആയിട്ടാട്ടോ വട്ടം വീശി വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഒരു 2 വർഷം കഴിയുമ്പോഴത്തേനും കായ്ക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. കാരണം നോക്കി അത്യാവശ്യം നല്ല സൈസായി തുടങ്ങിയിട്ട്, അതേപോലെ തന്നെ എല്ലാ താഴ്ഭാഗം മുതൽ ആ ഒരു മേൽഭാഗം വരെ ഫുള്ള് ഇല കേട്ടോ കൈസ്. കാരണം ആ ഒരു ചോടുണ്ടല്ലോ, ആ ഒരു ചെടിയുടെ ചോട്, അപ്പോൾ ആ ഒരു ചോട് വരെ ഇപ്പോഴും ഇല ഒന്നും കൊഴിഞ്ഞു പോകാതെ അത്രയും ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് അടുപ്പിച്ചിട്ടാണ് ഈ ഒരു അവോക്കാഡോയുടെ ഇല വരുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് വാങ്ങിക്കുന്ന ഒരു അവോക്കാഡോയുടെ സീഡിൽ നിന്ന് നമുക്ക് പുതിയ ഒരുപാട് തൈകൾ ഇതേപോലെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടത്. പിന്നെ നമ്മുടെ അവോക്കാഡോയുടെ തൊട്ട് താഴെ ഇടുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു കപ്ലങ്ങയുടെ ഒരു മരം നട്ടു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ ഇത് നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിൽക്കുന്നത്. അതേപോലെ തന്നെ അത് കായ്ച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ കപ്ലങ്ങ അതുപോലെ തന്നെ പപ്പായ അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന ആശാനും ചില്ലറക്കാരൻ നടക്കാറ്. അത്രയും ഒരുപാട് നമ്മുടെ ഹെൽത്തിനൊക്കെ ഒത്തിരി ബെനിഫിറ്റുള്ള സംഭവം തന്നെയാണ്. അതിൻ്റെ ഇല വരെ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട്. അതേപോലെ ഇതിലുണ്ടാകുന്ന ആ ഒരു കായായിട്ട് രൂപപ്പെടുന്ന ഒരു പൂക്കൾക്ക് വരെ അത്രയും ഗുണങ്ങളുണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ മുന്നേ നമ്മുടെ ചാനൽ തുടങ്ങിയ ഒരു ടൈമിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുകൂടുക. അത്രയേറെ ഗുണങ്ങളാണ് നമ്മുടെ ഒരു പപ്പായക്കൊക്കെ ഉള്ളത്. എന്തായാലും നമ്മളിവിടെ പപ്പായ അതുപോലെ തന്നെ കപ്ലങ്ങ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ദൂരയിലൂടെ നടന്നപ്പോഴാണ് ഗൈസ് നമ്മുടെ ഈ ഒരു പയറിൻ്റെ ചുവട്ടിലേക്ക് കുറച്ച് കാടുള്ളത് കണ്ടിട്ടുണ്ടോ. പിന്നെ ചെറിയ കാടുകളൊക്കെ ആണെങ്കിൽ ഇതേപോലെ നമ്മൾ കാണുന്ന ആ ഒരു 1 സെക്കൻഡിൽ തന്നെ അങ്ങ് പറിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് വലിയൊരു പണിയായിട്ട് നിൽക്കില്ലല്ലോ. അതുകൊണ്ട് കുറച്ചുള്ളൂ കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് പറിക്കാനായിട്ട്. എന്തായാലും നമുക്ക് അതുകൊണ്ട് ഒന്ന് പറിക്കാം. അതേപോലെ തന്നെ നമ്മൾ ചോളത്തിനൊക്കെ മണ്ണ് കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചോളമൊക്കെ ഉണ്ടാവും കൂടി ചെയ്യും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെ കാട് പറിച്ച ഒരു ഏരിയയിൽ ഫുള്ള് നമ്മൾ കാട് പറിച്ചതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ആ ഒരു ചോളത്തിനും അതുപോലെ തന്നെ പയർ നമുക്ക് പിന്നെ ഒരുപാട് വലിയ കെയറിങ് കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് പയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ മെയിനായിട്ട് ഈ ഒരു പയർ നട്ടു കൊടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് കാട് കയറുന്നത് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ഈ ഒരു ഏരിയയിൽ നമുക്ക് പയർ നട്ട് കഴിഞ്ഞാൽ 2 കാര്യമുണ്ട്. അപ്പം എന്തായാലും നമുക്ക് കാടും ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള പയറും അതേപോലെ തന്നെ പയറിൻ്റെ ഇലയായിട്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ചോളത്തിന് നമുക്ക് കുറച്ച് മണ്ണൊക്കെ കൂട്ടി കൊടുത്ത് ഒന്ന് സെറ്റായി കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഹൈറ്റിലേക്ക് ആയിട്ട് നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു മണ്ണ് കൂട്ടി കൊടുക്കേണ്ട ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു ടൈമിലാണ്. ഇതിനൊക്കെ നമ്മളിപ്പോൾ മണ്ണ് കൂട്ടി കൊടുത്തതാട്ടോ. മണ്ണ് കൂട്ടി കൊടുക്കുക, അതേപോലെ തന്നെ നന്നായിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ തന്നെ മതി. നമുക്കിതിന് പിന്നെ എക്സ്ട്രാ വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ തന്നെ വേരൊക്കെ പൊട്ടി നന്നായിട്ട് പെട്ടെന്ന് ഹൈറ്റ് വയ്ക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് വളങ്ങളൊന്നും ഇല്ലാതെ ചെറിയൊരു മെയിൻ്റെനൻസിൽ തന്നെ നമുക്ക് നമ്മുടെ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് ഇതേപോലെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട പച്ചക്കറികൾ അതുപോലെ തന്നെ കുറച്ച് ചോളം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പുറത്ത് കടയിൽ നിന്ന് പോയിട്ട് നല്ല റേറ്റ് കൊടുത്ത് വെറുതെ മായം കലർന്ന സംഭവങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സേഫായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനായാലും വല്ലാത്തൊരു സന്തോഷം അതേപോലെ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും കിട്ടും. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഇതിലൂടെ നമുക്കൊരു വല്ലാത്തൊരു ഹാപ്പിനെസ് കിട്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ നിങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ഒന്നുമില്ലെങ്കിൽ കുറച്ച് പച്ചക്കറിയുടെ തൈകളെങ്കിലും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും കേട്ടോ. കാരണം അത്രയും അടിപൊളിയാണല്ലോ. നമുക്ക് എന്തായാലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ നമുക്ക് ചേഞ്ച് ആകാൻ പറ്റും കേട്ടോ. കാരണം ഒരുപാട് മായം കലർന്നൊക്കെ കഴിക്കുന്നതിലൂടെ ഒരുപാട് ഡിസീസൊക്കെയാണല്ലോ നമുക്ക് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്കൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ അതേപോലെ നല്ല ഇതുപോലത്തെ നല്ല ജൈവവളങ്ങളൊക്കെ ഇട്ടുണ്ടാക്കുന്ന ഒരു പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ അത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് കൂടി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഭാഗത്തും നമ്മൾ കുറേ നട്ടു കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിലും കുറച്ച് കാടൊക്കെ നമുക്ക് പറിക്കാണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ സമയങ്ങളിലായിട്ട് ഇറങ്ങാറ്. കാരണം നല്ല വെയിലായതുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈമിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മടുത്തോടുകൊണ്ടാണ് നമ്മൾ രാവിലേക്ക് ഇറങ്ങുന്നത്. അത് നോക്കി ചില കാടൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് വെച്ചിട്ടുള്ള കാടുകളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പറിക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ ഇളകി വരുന്നുണ്ട്. കാരണം അത്രയും മണ്ണൊക്കെ നനഞ്ഞ് കുതിർന്നിരിക്കുന്നുണ്ട് ചില കാടുകളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് പറിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിതാ ഇനി ബാലൻസ് കുറച്ച് സ്പ്രിംഗ്ലർ കൂടി സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പറമ്പിൽ എന്നാൽ മാത്രമേ ഈ ഒരു പൊള്ളുന്ന വെയിലും ചെറിയൊരു ആശ്വാസം കിട്ടുള്ളൂ ചെടികൾക്കൊക്കെ. അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് സെറ്റ് ചെയ്യണം. അതേപോലെ തന്നെ ബാക്കിയുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നമുക്കിനി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നത്